മാനവജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിചാരത്തിന്റെ അന്യൂനമായൊരു സ്വാതന്ത്ര്യം വിഷയത്തിൽ നിന്നുള്ള മുക്തിയാണ്. അന്യൂനമായ, അവിടെയാണ് സാധകമായ സുഖം വ്യക്തി അനുഭവിക്കുന്നത്. അവിടെയാണ് ബാധകമായ എല്ലാ വിഷയവ്യാപാരങ്ങളും അറ്റുപോകുന്നത്. ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ബോധത്തെ എത്തിക്കാൻ വാക്കുകൾക്കൊക്കെ അതീതമായി പോകും, വളരെ ഡെപ്തിൽ. അതാണ് ആചാര്യന്മാർ വളരെ ഭംഗിയായി പറയും. അപ്പോ ശരീരം സാധ്യമാണെന്ന് കരുതുന്നവർ മരണത്തിൽ ഭയഭീതരായിരിക്കുന്നു. ശരീരം നന്നായി നേടാനാണ് അവരുടെ പ്രയത്നം, അതാണ് സാധ്യം. ശരീരം ഒരു സാധനം മാത്രമാണ്, ആവശ്യം കഴിഞ്ഞാൽ കളയേണ്ടത്. നിന്നെ കൊണ്ടുള്ള കാര്യമൊക്കെ തീർന്നു. വി ക്യാൻ ബിഡ് ഗുഡ് ബൈ ടു ഈച്ച് അതർ. നിനക്കിനി പോകാം, നിന്നെ ഉപയോഗിച്ചാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്തത്. സ്ഥൂല ശരീരത്തോടും സൂക്ഷ്മ ശരീരത്തോടും കാരണ ശരീരത്തോടുമൊക്കെ അത് സാധനമാണെന്ന് ഓർത്ത് പ്രതികരിക്കാൻ കഴിയുക, അത് ശീലിക്കണം. ഓരോ ചിന്തയിലും തൻ്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഓരോ ചിന്തയിലും ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ചിന്തിക്കാനുള്ള ഉപകരണമായിരുന്നു ഇതെന്നും, ചിന്തിച്ചു കഴിഞ്ഞുവെന്നും, ആ ചിന്ത വേറെയെന്നും, ഈ ഉപകരണങ്ങളോടുകൂടിയിരിക്കുന്ന ഞാൻ വേറെയെന്നും നിത്യനിരന്തരമായി യാതൊരുവൻ അറിയുന്നുവോ അവൻ ഈ ലോകത്ത് ഒട്ടും ദുഃഖിക്കുന്നില്ല. മകനെ വിളിച്ചൊരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പുറത്തെത്തിക്കഴിഞ്ഞു, അതെത്താനുള്ള ഉപകരണമായിരുന്നു നാവ്. നാവ് അഭിപ്രായത്തിൽ നിന്ന് പിൻവാങ്ങി. ഇനി അഭിപ്രായം സ്വതന്ത്രമാണ്. അതിനെ മകൻ എതിർത്ത് പറയുന്നു. ആ അഭിപ്രായം എന്റെയാണെന്ന് അച്ഛൻ വിചാരിക്കുകയും ചെയ്യുന്നു. അച്ഛനും മകനും തമ്മിൽ അടിയുണ്ടാവും. അഭിപ്രായം സ്വതന്ത്രമാണ്. You can question it, you can study it, you can reject it. സ്വീകരിച്ചാൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. സ്വീകരിച്ചു കഴിഞ്ഞേ പറയാൻ പറ്റൂ. നിരസിച്ചാൽ ഇന്ന ഫലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നിരസിച്ചു കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. Dear Daddy, I want to reject it. Go ahead. റിജക്റ്റ് ഇറ്റ്. നേരെ പോയി, ഡാഡി ഞാനത് റിജക്റ്റ് ചെയ്തതുകൊണ്ട് വിജയത്തിലെത്തി. ഗുഡ്സ് ഗുഡ്സ്, അതിനായിരുന്നു ഞാനത് പറഞ്ഞത്. ഡാഡി ഞാനത് സ്വീകരിച്ചു, അതായിരുന്നു എൻ്റെ ജീവിത വിജയം മുഴുവൻ. യെസ്, അതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ ഇൻസ്റ്റന്റിലും സ്വതന്ത്രമാകുന്നവന് മാത്രമേ ആനന്ദം കിട്ടും. ഇത്രയും സിമ്പിളാണ് ഈ ഇതിഹാസം. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അച്ഛനോട്, അമ്മയോട് എല്ലായിടത്തും ഇത് ബാധകമാണ്. മുനി ഇങ്ങനെയാണ് ചെയ്യുന്നത്. അയാൾ വിഷയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ സാധനമെന്നേ കരുതുന്നുള്ളൂ. കഴിഞ്ഞാൽ അത് വിട്ടു, അതുമായി ചേർന്നിട്ട് ലോകം ഉണ്ടാക്കുന്നില്ല. അതെല്ലാം ദുഃഖമാണ്. സത്യത്തിൽ അങ്ങനെ ദുഃഖിക്കുകയല്ലേ ഈ ലോകം. ശരിയല്ലേ? അല്ലാതെ വല്ല ദുഃഖമുണ്ട്? നിനക്ക് വരാം, നിനക്ക് പോകാം, നിനക്കിരിക്കാം, നിനക്ക് കിടക്കാം, എന്തും ചെയ്യാം. യു ആർ ഫ്രീ അറ്റ് യുവർ ഓൺ വിൽ.
ഈ സ്വാതന്ത്ര്യത്തിൽ ആർക്കാണ് പോകാൻ കഴിയുക, ആർക്കാണ് വരാൻ കഴിയുക? ചോദ്യം മനസ്സിലായില്ല. ആർക്കും പോകാൻ പറ്റില്ല, ആർക്കും വരാനും പറ്റില്ല. ആരും വരുന്നുമില്ല, ആരും പോകുന്നുമില്ല. ഈ ഒരു തലം ജീവിതത്തിൽ നേടിക്കിട്ടിയാൽ എല്ലാം നേടി. ഇതിനപ്പുറത്ത് വാക്കെല്ലാം പരിമിതമാണ്. ചോദിച്ചു. നേടാൻ ആകെയുള്ളത് ഈ ആത്മബോധം. അത് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം. നഷ്ടപ്പെട്ടില്ലെങ്കിൽ നേടാനൊന്നുമില്ല. ഇപ്പൊ അത് തന്നെയാണ്. അതല്ലാന്നൊരു തോന്നലില്ല. ആ തോന്നലുള്ളത് കൊണ്ട് അത് നേടണം. തോന്നലില്ലേ ഇപ്പൊ തന്നെ അതെ. ഇനി ഒന്നും പ്രത്യേകിച്ചാണ്, ഇപ്പൊ തന്നെ അതാണ്. യു ആർ ദാറ്റ്. അല്ല എന്ന് പറയുന്നത് കൊണ്ട് പൃഥക്കരിച്ച് മനസ്സിലാക്കണം. ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപഗ്രഥിക്കേണ്ട ആവശ്യമില്ല. ദുഃഖമുണ്ടെനിക്ക്, സന്താപജന്യങ്ങളായ ഒട്ടേറെ അറിവില്ലായ്മകൾ എനിക്കുണ്ട്, ഒട്ടേറെ സംഘർഷങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, ഒട്ടേറെ അറിവുകൾ ഒന്നിച്ചു വന്നിട്ട് കലാപ കലുഷിതമായി കൺഫ്യൂസ്ഡായി എൻ്റെ തലം കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രം. അതൊന്നുമില്ലെങ്കിൽ ഇപ്പൊ തന്നെ അതാണ്. അതല്ലെന്ന് തോന്നലുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കേണ്ടി വരുന്നത്. അതാണെന്ന് ബോധ്യപ്പെടാൻ മാത്രമാണ് ഇതും. കഴിഞ്ഞാൽ ഇതും പോയി. ഇതതിനുള്ള സാധനം എന്നല്ലാതെ ഇത് സാധ്യമല്ല. ഭഗവത്ഗീത എന്ന പുസ്തകത്തെ സാധ്യമെന്ന് കരുതുന്നവൻ വഴിയുമായിട്ട് അത് രക്ഷിക്കാൻ നിൽക്കും. പുസ്തകം സാധ്യമല്ല. നോക്കുക, എൻ്റെ ബുദ്ധി സാധ്യമായത്, എൻ്റെ അഹങ്കാരം സാധ്യം, എൻ്റെ ബുദ്ധി സാധ്യം, എൻ്റെ ചിത്തം സാധ്യം, എൻ്റെ മനസ്സ് സാധ്യം, എൻ്റെ ശരീരം, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ സാധ്യം, എൻ്റെ ഇന്ദ്രിയങ്ങൾ സാധ്യം, ഞാൻ കാണുന്ന വിഷയങ്ങൾ സാധ്യം, എൻ്റെ രാജ്യം സാധ്യം എന്നാണ് ഈ പഠിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ മുഴുവൻ നിഷേധിച്ച പൂർവന്മാർ, അവരുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പണിയും വടിയെടുത്ത് നടക്കുന്നവർ പഠിപ്പിക്കുന്നത് ശാസ്ത്രം. എന്തപകടകരമാണെന്ന് ആലോചിച്ചു. എന്തപകടകരമാണ്. ഇതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ജന്മജന്മാന്തരങ്ങളോളം ഇത് സാധ്യമാണെന്ന് പറഞ്ഞ് ചുമന്നു നടക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകവും വേണ്ട. വേറെ വല്ലവർക്കും പഠിക്കാൻ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അവിടെ സൂചിച്ചു നോക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പേപ്പറിലൊന്നും ഒന്നുമില്ല, ഈ അക്ഷരക്കൂട്ടങ്ങളിലുമില്ല. അത് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലാതെ രാമായണവും ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് നല്ലോലെ പഠിച്ചവന് അതെടുത്ത് ആരെങ്കിലും ഒന്ന് കക്കൂസ് തുടച്ചാലോട്ട് വിരോധവും വരാനില്ല. കാരണം അവൻ ഗീത കൊണ്ടല്ല തുടച്ചത്, പേപ്പർ കൊണ്ട് തുടച്ചു. അത് ഇവനും ഇടയ്ക്ക് തുടയ്ക്കാറുണ്ട്. പബ്ലിക്കായിട്ട് തുടയ്ക്കുന്നതുകൊണ്ടായി വിരോധം. ശബരിമല ചെന്ന് നോക്കിയാൽ കാണാം. ശബരിമല നിങ്ങൾ കലണ്ടർ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായി കാണാം. പോയിട്ടില്ല? ശബരിമല പോയിട്ടുണ്ടോ? ഇല്ല. ശബരിമല തൊഴിലേച്ചിറങ്ങി വരുമ്പോ ഈ അയ്യപ്പ ഭക്തന്മാരുടെ പ്രസ്ഥാനങ്ങളും സനാതനധർമ്മ ഭക്തന്മാരുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ കലണ്ടറും പുസ്തകവും ഡയറിയും ഒക്കെ വയ്ക്കണം. കണ്ടിട്ടുണ്ടോ? പ്രസാദമൊക്കെ കൊടുക്കും. കഴിഞ്ഞ കൊല്ലത്തെ സരസ്വതിയെ കൊണ്ട് പൊതിഞ്ഞ ഈ കൊല്ലത്തെ കലണ്ടർ കൊടുക്കുന്നു. നാടുവരും കീറും. മനസ്സിലായില്ല? കണ്ടിട്ടില്ല പണി? കഴിഞ്ഞ വർഷം ചിലവാകാത്ത കലണ്ടർ കുറെ അവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല?
എന്നാൽ ഇനി പോകുമ്പോൾ നോക്കുക, അവിടെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും, മനസ്സിലായില്ലേ, ഇങ്ങനെ ഒരുപാട് സംഘടനകളുടെ ഇതുണ്ടാവും. മാരാമൺ കൺവെൻഷനിൽ പോയി കഴിഞ്ഞാൽ ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഒരുപാട് കാസറ്റുകളും ലോക്കറ്റുകളും ഒക്കെ വിൽപ്പനയ്ക്കുണ്ടാവും. കഴിഞ്ഞ കൊല്ലം വിൽക്കാതെ മിച്ചം വന്ന സാധനം കൊണ്ടാണ് ഈ കൊല്ലത്തെ കർത്താവിനെ പൊതിഞ്ഞു കൊടുക്കുന്നത്. കണ്ടിട്ടില്ല? ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. വളരെ രസമാണ്. ഈ എടുത്തു കൊടുക്കുന്നവൻ, കുങ്കുമം പൊട്ടുമൊക്കെ തൊട്ട് നിൽക്കുന്നവൻ പതുകീതും കൊണ്ട് വലിച്ചു കയറും. സരസ്വതിയെ കീറുന്ന കീറല് ഒരു വിഷമല്ല. മാത്രമല്ല, ചിലപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് കയ്യേലെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴുകാൻ ഈ സരസ്വതിയെ കീറി തന്നെ തുടങ്ങി. കുറച്ചുകൂടി, കാരണം അവന് പേപ്പർ മാത്രമാണ്, അപ്പൊ സരസ്വതിയല്ല. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്തയോ തള്ളയോ മകനോ മകളുടെ മകനോ വാങ്ങിച്ചു തന്ന നല്ല പട്ടുസാരിയോ സാരിയോ കുറെ കാലം എടുത്തു കഴിഞ്ഞാൽ അത് കൈക്കലയായിട്ട് ഉപയോഗിക്കും. ശരിയല്ല? ശരിയല്ല? കാരണം എന്താ? അതിന്റെ ആവശ്യം കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ആവശ്യത്തിനെ കൊള്ളുള്ളൂ. അതല്ല അത്. സോ ഇറ്റ് ഈസ് ഡിഫറൻസ്. അപ്പോഴും സരസ്വതിയെ പൂജിക്കുന്നുണ്ട് മറ്റേ കലണ്ടറിൽ. 2005 കലണ്ടറിൽ, 2004 കലണ്ടറാണ്. ശരിയല്ല? ശരിയല്ല? ഇവിടെ ഇപ്പോഴാ ഓർക്കുന്നത്, അതുകൊണ്ടുള്ള നിശബ്ദതയാണല്ലേ. ഇതുവരെ ഇങ്ങനെ ഓർത്തിട്ട് പോലുമില്ല. ഇതങ്ങ് ചെയ്തുകൊണ്ടിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജീവിതത്തിൽ എല്ലാത്തിനോടുമുള്ള ഇതത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ചെന്നപ്പം തെങ്ങിന്റെ വീട്ടില് ഗുരുവായൂരപ്പൻ കിടക്കും. ഗുരുവായൂരപ്പൻ തെങ്ങിന്റെ വീട്ടിൽ കിടക്കും. പാട്ട വെറുക്കുന്നവർ ഗുരുവായൂരപ്പനെ പ്രതി നോക്കിയിട്ട് അവർക്കും വേണ്ട വേറെ വെച്ചു. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഈ കിടപ്പ് കണ്ട് ശോചനീയത തോന്നിയത് കൊണ്ട് പോയി എടുത്തു. എന്നിട്ട് ഗുരുവായൂരപ്പനോട് ചോദിച്ചു, നിനക്ക് ഈ ഗതി വന്നല്ലോ. അപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പാട്ടയാണ്, ഗുരുവായൂരപ്പനല്ല, ഒറിജിനൽ ഗുരുവായൂരപ്പൻ അകത്തിരിപ്പുണ്ട്. അകത്തി എന്ന് നോക്കിയപ്പോ പക്വതൻ കഴിഞ്ഞ ആഴ്ചയിൽ ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് അവർ പുതുതൊരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു. പഴയതെടുത്ത് കയറി. കാരണം വെച്ചാൽ പഴയതിനൊരു ചെറിയ ഏനക്ക് ഫോട്ടോയ്ക്കകത്തിരിക്കുന്നു. അപ്പൊ ഇത് പാട്ടയായി മാറി, ഗുരുവായൂരപ്പൻ വേറെയായി മാറി. ഇതുപോലെ തന്നെയാണ് വയസ്സാകുമ്പോൾ. അത് പറയാനത് ഇതുപോലെ തന്നെയാണ് വയസ്സാകുമ്പോൾ ഈ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന ഈ ശരീരം പാട്ടവിലയ്ക്കായി പുറത്തേക്ക് പോകും. അതിപ്പോഴേ പഠിച്ചാൽ എളുപ്പമാണ്. അപ്പൊ ഈ പാട്ട പോകുന്നതിൽ ദുഃഖം വരും.